നമസ്കാരം. പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJP എത്രമാത്രം വിജയ സാധ്യത വച്ചു പുലർത്തുന്നു? പൂങ്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം മുൻപൊരുതാണ് BJP വിജയിച്ചിട്ടുള്ള വാർഡ്. പൂങ്കോട് വാർഡിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ തന്നെ. ചടയമംഗലം പഞ്ചായത്തിൽ ഇപ്പോൾ നടക്കുന്ന വികസന വകുപ്പിനെ കുറിച്ചും ചടയമംഗലം പഞ്ചായത്തിലെ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുന്ന ക്രമക്കേടുകളെ കുറിച്ചും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഒന്നും പ്രവർത്തന മുഖമല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കി തീർച്ചയായിട്ടും നിലവിലുള്ള ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു വികാരം ഈ പൂങ്കോട് വാർഡിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് BJPക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പില് ഈ പ്രബുദ്ധരായ വോട്ടർമാർ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുകയും BJP തന്നെ പൂങ്കോട് വാർഡ് വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സുനിശ്ചിതമാണ്. ജനങ്ങളുടെ മുന്നിൽ ഏതെല്ലാം വിഷയങ്ങൾ ഉയർത്തിയാണ് BJP വോട്ട് ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഈ പൂങ്കോട് വാർഡിനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. പൂങ്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, പ്രധാന റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുക. പല റോഡുകളിലേക്കും വണ്ടി ഓട്ടം വിളിച്ചാൽ അവർ പറയും ഓട്ടം പോകാൻ പറ്റത്തില്ല, അവിടെ ഇളകി കിടക്കുന്നു, ഇവിടെ ഇളകുന്നു, വെറ്റിളകി കിടക്കുന്നു. അത് വളരെ ഒരു വലിയ വിഷയം തന്നെയാണ് ഈ വാർഡിനെ സംബന്ധിച്ചത്. അംഗൻവാടിയും അത്തരത്തിലുള്ള സ്കൂള്, അത്തരത്തിലുള്ള പ്രദേശങ്ങൾ കടന്നു പോകുന്ന ആ റോഡുകൾ പോലും ഗതാഗത യോഗ്യമാണ്. തെരുവിളക്കുകൾ എന്ന് പറയുന്ന സംഭവം എത്രയോ കാലങ്ങളായിട്ട് കത്തുന്നില്ല. ഈ പൂങ്കോട് വാർഡ് എന്ന് പറഞ്ഞാൽ ചടയമംഗലം ജംഗ്ഷന്റെ ഹൃദയഭാഗമാണ്. അപ്പൊ ആ ഹൃദയഭാഗം ഇത്രമാത്രം അവഗണിക്കപ്പെട്ടാൽ ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നീട് പറയാവുന്നല്ലോ. അപ്പൊ ഈ വാർഡിലെ ജനങ്ങള് ചിന്തിക്കേണ്ടത്, ഈ വാർഡിലെ വിഷയങ്ങൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടി ചിന്തിച്ച് വേണം ഈ വാർഡിലെ ജനങ്ങൾ വോട്ട് ചെയ്യാനെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ക്ഷേമ പദ്ധതികൾ, ഈ പദ്ധതികളൊന്നും എത്തേണ്ടവരുടെ കയ്യിൽ എത്തുന്നില്ല. പാർട്ടിക്ക് പ്രിയപ്പെട്ടവർക്കും പാർട്ടിയുടെ ഇഷ്ടക്കാർക്കും അല്ലെങ്കിൽ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്കും അതായത് പാർട്ടിക്കാർക്ക് പോലും കിട്ടുന്നില്ലെന്നാ പറയാം. അത്തരത്തിലുള്ള ചിലർക്ക് ഇഷ്ടപ്പെട്ട ചിലർക്കാണ് ക്ഷേമ പദ്ധതികൾ മുഴുവൻ നൽകുന്നത് എന്നുള്ള വിഷയം ഈ പൂങ്കോട് വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ പൂങ്കോട് വാർഡിൽ മുൻപ് BJP ഒരു ഘട്ടം ജയിച്ചിട്ടുണ്ട്. പിന്നെ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ആ വിജയം നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പോരായ്മ നിലനിൽക്കുമ്പോൾ ആ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ വല്ലതും ഉണ്ടോ? പൂങ്കോട് തെരഞ്ഞെടുപ്പ് BJP ഒരാണ് വിജയിച്ചതാണ്. അടുത്ത തവണയും BJP തന്നെ വിജയിക്കും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിനെ സ്വാധീനിച്ച് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഈ വാർഡിനെ ഇവര് വെട്ടിമുറിച്ചു. BJPയുടെ വോട്ട് ഭൂരിപക്ഷമുള്ള വോട്ടുള്ള പ്രദേശത്തെ വെട്ടിമുറിച്ച് മാറ്റി മറ്റു ചില പ്രദേശങ്ങളിലൂടെ കയറ്റി BJPയുടെ അടുത്ത വിജയത്തെ ഇവർ തടഞ്ഞു. നമ്മൾ മനസ്സിലാക്കണം, ഒരു വാർഡ് എന്ന് പറഞ്ഞാല് നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കിയാൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമാണ് ആ കെട്ടിടത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകം വാർഡ് തന്നെയാണ്. ഈ വാർഡിൽ നിന്നാണ് പിന്നീട് അങ്ങോട്ട് ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും സംസ്ഥാനമായാലും കേന്ദ്രമായാലും പോകുന്നത്. ഈ കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാം ഫണ്ടുകൾ അതുപോലെ വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ വാർഡിൽ തന്നെയാണ് വരേണ്ടത്. അപ്പം BJPയെ പോലുള്ള ഒരു പ്രസ്ഥാനം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന, നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതി ലെവലേശമില്ലാത്ത പദ്ധതികൾ എത്രയും നടപ്പിലാക്കുന്നു. പക്ഷെ അതൊന്നും ഇവിടുത്തെ MP വഴിയോ അല്ലെങ്കിൽ ഇവിടുത്തെ MLA വഴിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രിസഭ വഴിയോ ഒന്നും ഈ വാർഡിൽ എത്തുന്നില്ല. അത്തരത്തിലുള്ള പദ്ധതികളും മറ്റുമൊക്കെ ഈ വാർഡിൽ എത്തണമെങ്കിൽ ഈ അടിസ്ഥാന വാർഡ് BJP വിജയിച്ചാൽ അത്തരം പദ്ധതികൾ വരും എന്നുള്ള ഒരു ചിന്ത ഈ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്തിക്കും. ഈ വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നാണോ അതോ മറ്റ് ഇതര വിഷയങ്ങൾ കൂടി ഉയർന്നു വരേണ്ടതില്ലേ? പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടണം. മറ്റു വിഷയങ്ങളും ഉണ്ടാവണം. രണ്ടും
ഉണ്ടാകണം. പക്ഷേ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചടയമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചടയമംഗലത്തുകാർക്ക് തലവിരിക്കാനേ പറ്റും. മറ്റുള്ള സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകൾ വികസിക്കുന്നത് കണ്ട് തലവിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ ചടയമംഗലത്തുകാരന് ഇന്നത്തെ നിലയിൽ സാധിക്കും. പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷന്റെ വിശേഷങ്ങൾ പങ്കുവച്ചത് ബി.ജെ.പിയുടെ നേതാവ് കുരിയോട് മഞ്ചേഷാണ്. ഇത്രയും സമയം സാക്ഷിക്ക് വേണ്ടി സമയം ചെലവഴിച്ച് സംഭവം.